ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ആ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. അവൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ, ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, ശക്തിയോടെ യേശു വിടുവിക്കുന്നത്, യേശു അത്ഭുതങ്ങളെയോ, ഹല്ലേലൂയ അഭിഷേകങ്ങളെയോ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ശക്തിയോടെ രാത്രി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക. ഈ പട്ടണത്തെ ഇളക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരിക. കൈനോട്ടക്കാരന്റെ കയ്യിലല്ല, മലയാള മനോരമയുടെ വാരന്ത പതിപ്പിലല്ല. ദൈവത്തെ സേവിക്കുന്ന ദൈവമൈതലേ, നിന്റെ ഉയർച്ചയിരിക്കുന്നത് നിന്റെ വീട്ടിൽ അയൽവക്കക്കാരൻ പറയില്ലേ, നീ 90 കഴിയത്തിൽ അവന്റെ വായിലല്ല. ബൈബിൾ പറഞ്ഞ 49:16 പറഞ്ഞ അവൻ നിന്നെ അവന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. നീ ദൈവത്തിന്റെ ഉള്ളങ്കയിലാണ്. ഈ ടെലിവിഷനിലൂടെ ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം കാണുവാൻ പോകുന്നവരെ ദൈവാത്മാവിൽ ദൂത് പറയാ, നീ യേശുവിന്റെ പൈതലെങ്കിൽ നിന്റെ ഭാവി ശത്രുവിന്റെ കയ്യിലല്ല, യേശുവിന്റെ കരങ്ങളില്ല. ആ കരമടിച്ചാ വിശ്വസിക്കുന്നവർ എന്റെ ദൈവത്തോട് സ്തുതിക്കട്ടെ. ആരെങ്കിലും 10 കാണില്ല, 9 കാണത്തില്ല, 90 കാണത്തില്ലെന്ന് പറഞ്ഞ് പേടിക്കരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ലൂക്കോസിന് ഭയങ്കര സന്തോഷമായി. ലൂക്കോസ് പറഞ്ഞു, അയ്യോ, അടിമത്വത്തിൽ കിടന്ന് എന്നെ വിടുവിച്ച ഈ തെയോഫിലോസിന് ഒരു സമ്മാനം കൊടുക്കും. അവൻ ഊരമ്പിലുള്ള ഏറ്റവും നല്ല കടയിൽ കയറി
നല്ലൊരു ബൊക്കയോ പൂച്ചണ്ടോ അവൻ നല്ല എന്തെങ്കിലും പ്രസന്റേഷൻ വാങ്ങിച്ചിട്ട്, സാർ അടിമത്തത്തിലായിരുന്നു എന്നെ നിങ്ങൾ വിടുവിച്ചില്ലേ, ഇതിരുന്നോട്ടെ എന്ന് പറഞ്ഞൊരു പൂച്ചണ്ട് കൊടുത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസ് ചിന്തിച്ചു, എന്നെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ഈ ഉന്നത ഉദ്യോഗസ്ഥന് എന്താണ് ഞാൻ സമ്മാനമായി കൊടുക്കാൻ? ഉടനെ ലൂക്കോസിന് മനസ്സിൽ ലോകത്തിലെ മനുഷ്യന് സമ്മാനമായി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശുവാണ്. കർത്താവായ യേശുവാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കോളേജ് കുമാരന്മാരെ, കുമാരിമാരെ, ഇന്ന് രാത്രി അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ കൂട്ടുകാർ കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഓട്ടോഗ്രാഫ് അല്ല, എന്റെ യേശുവാ, എന്റെ യേശുവാ. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും മൊബൈൽ ഫോണുകളും ഇന്നത്തെ യുവതലമുറകളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഊരമ്പിൽ ദൈവത്തെ സേവിക്കുന്ന യുവത്വത്തിൽ മുട്ടിട്ട സുന്ദര സ്വപ്നങ്ങൾ നിന്റെ കൂട്ടുകാരികൾക്ക്, കൂട്ടുകാരന്മാർ കൊടുക്കാനുള്ളത് പൂച്ചണ്ടുകളും ബൊക്കകളും ലെറ്ററുകളും അല്ല, ഒരു യേശുവിനെ കൈമാറ്റം ചെയ്യട്ടെ. കരമടിച്ച് പറ, നിന്റെ തലമുറയിലൂടെ ഒരു യേശു ഈ ദിവസം സ്കൂളുകൾ, കോളേജുകൾ, ഒരു യേശു, ഒരു യേശു അവൻ കൈമാറ്റപ്പെടട്ടെ. അവനൊരു സമ്മാനമായി കൊടു. നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ലൂക്കോസ് ഓടിച്ച ആത്മാവിന്റെ നിറവോട് ഈ തെയോപ്പിലോസിന് കൊടുക്കുവാൻ വേണ്ടി അവൻ എഴുതിയ 2 പുസ്തകങ്ങളാണ് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ കഷ്ടാനുഭവം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ സ്വർഗ്ഗാരോഹണം, ഇവയെല്ലാം അടങ്ങിയ 2 വാല്യങ്ങളുള്ള ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും എഴുതി തെയോപ്പിലോസിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് വായിച്ച തെയോപ്പിലോസ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാ, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഊരമ്പിന് തരുവാനുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനം അതാരാണ്? അമ്മയോ അപ്പനോ അല്ല, അത് പുത്രനായ യേശുവാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതി. അത് പുത്രനായ എന്റെ യേശുവാണ്. മറ്റൊരുത്തലിന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു അല്ലാതെ വേറൊരു നാമവും ഇല്ല. പത്രോസിനെ ഹെരോദാവിന്റെ കാലത്ത് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുക. പ്രൈസ് ലോ. എവിടെ പീഡയുണ്ടോ അവിടെ ഒരു വിടുതലുണ്ട്. സ്വത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ പീഡിപ്പിക്കാൻ വേണ്ടി കൈനീട്ടി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചുകൊണ്ടുവന്ന് കാരാഗ്രഹത്തിനകത്താക്കി. ഹല്ലേലൂയ. ഒരു ദൂത് പറയാ, കാരാഗ്രഹത്തിനകത്താക്കി. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചുകൊണ്ടിരിക്കുക. പത്രോസിനെ കൊല്ലുവാൻ ഹെരോദാവ് ഭാവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് ദൈവദാസന്മാരെ ഓടി വരികയാ. ഹെരോദാവ് പത്രോസിനെ കൊല്ലുവാൻ ഭാവിക്കുന്നത് പോലെ ഈ ഊരമ്പ് ദേശത്ത് ചില കുടുംബങ്ങളെ തകർക്കുവാൻ പിശാച് ഭാവിച്ചുകൊണ്ടിരിക്കുക. ഓ റിഭാല ഹസ്തിനി ഹമനാദിയാര, ചില വ്യക്തികളെ തകർക്കുവാൻ പിശാച് ഭാവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ 19ാം ദിവസം ആത്മാവ് ദൂത് പറയുന്നു, ഈ ആരാധനയിലൂടെ പിശാചിന്റെ പാവങ്ങള്, പദ്ധതികള് എന്റെ അബദ്ധമാക്കാൻ പോകുക. കരമടിച്ചെന്ന് രാത്രി വൈഡരഹസ്യ. ഓ റിബൽക്കന, നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് ഭാവിക്കുന്നവന്റെ പാവങ്ങള് എന്റെ തകർക്കാൻ പോകുക. പിശാച് ഭാവിക്കുന്നവരാ. ഉദാഹരണം പറഞ്ഞു തരാം. ബൈക്ക് ഓടിക്കുന്ന ഏതെങ്കിലും അങ്കിൾമാരുണ്ടെങ്കിൽ ശത്രു നമുക്കെതിരെ ഭാവിക്കും. നമ്മൾ ഊരമ്പിൽ നിന്ന് പാറശാല പോകുന്നത് കരുതുക. പാറശാല പോകുമ്പോൾ ചൂഴാല് കഴിഞ്ഞ് ചങ്കുരുട്ടി, അത് കഴിഞ്ഞ് ചെങ്കവള കഴിഞ്ഞാണ് പാറശാല. ഹല്ലേലൂയ. എന്നാൽ ചൂഴാലും ശങ്കുരുട്ടി, ചൂഴാലെത്തുമ്പോൾ ബൈക്കുമായിട്ട് നമ്മൾ ഇങ്ങനെ ഊരമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൂഴാലെത്തുമ്പോൾ പിശാച് പറയടാ, ചങ്കുരുട്ടി കഴിഞ്ഞ് നീ ചെങ്കവള എത്തുമ്പോൾ നിനക്കെതിരെ ഞാൻ ഒരു ടാങ്കൽ ലോറിയെ കൊണ്ടുവരും. പിശാച് ഭാവിക്കുക. ആ ടാങ്കൽ ലോറി ഞാൻ റോങ് സൈഡ് കയറ്റി നിന്റെ ബൈക്കുമായി ഞാൻ കൂട്ടിയിടിപ്പിക്കും. ആ സ്പോട്ടിൽ വെച്ച് നിന്നെ ഞാൻ തകർക്കും. പ്രൈസ് ലോ. ഇതൊന്നും പറഞ്ഞുകൂടാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രൈസ് ഊരമ്പിലെ പാറശാലയിലേക്ക് പോകുക. ഊരമ്പെത്തി ചൂടാലെത്തി, അടുത്ത ശങ്കുരുട്ടിയിൽ പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സാത്താനവനെ
ചെങ്കവിടയിൽ പിശാച് അവനെതിരെ പാപിച്ച് ഒരു ടാങ്കൽ ലോറി ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ വ്യക്തി ഒരു ദൈവ പൈതലെങ്കിൽ, ഇവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ഒരു പറയാ ഒരു ദൂത് പറയാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ ഒരു വശത്ത് പിശാച് പാപിക്കുമ്പോൾ മറുവശത്ത് ദൈവന് വേണ്ടി ഒരു ദൂതനെ ഒരുക്കി. ഹല്ലേലൂയ. അതുപോലെ ആത്മാവ് ദൂത് പറയുക, പിശാചിനെതിരെ ഭാവിക്കുക, ചെങ്കവിളയിൽ ഇവനെ തകർക്കാമെന്ന് ഭാവിക്കുമ്പോൾ ഇവൻ ദൈവകൃപയിലുള്ളവൻ. ദൂത് പറയുക, പിശാചിനെതിരെ ഭാവിക്കുക, ചെങ്കവിളയിൽ ഇവനെ തകർക്കാമെന്ന് ഭാവിക്കുമ്പോൾ ഇവൻ ദൈവകൃപയിലുള്ളവനായതുകൊണ്ട് ഇവൻ ഊരമ്പിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവൻ ചൂഴാലെത്തി അവൻ ശങ്കുരുട്ടിയിലേക്ക് അവൻ പോകുമ്പോൾ ആ ശങ്കുരുട്ടിയുടെ ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ അവനെ പരിപാലിപ്പാൻ വേണ്ടി ഒരു ദൂതനെ അവിടേക്ക് ഇറക്കി വിടുവാനിടയാകുക. കരമടിച്ചെന്ന് രാത്രി പറഞ്ഞാട്ട് വൈഡാരഹസ്യ അവനെ പരിപാലിപ്പാൻ ശത്രുവിന്റെ കയ്യിൽ അവനെ കൊടുക്കാതെ, ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കാതെ, ചെങ്കവിളയിൽ അവനെതിരെ പതിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ തകർത്തുകൊണ്ട് വൈഡാരഹസ്യ മുന്നേറുവാൻ ദൈവത്തിന്റെ ദൂതന്മാര് ദൈവം ഇറക്കിയിരിക്കും. അമ്മമാർക്കൊരു ദൂതുണ്ട്. രാവിലെ ഭർത്താവിനെ ജോലിക്ക് വിടുവാൻ, മക്കളെ സ്കൂളിൽ വിടാൻ, അടുക്കളയിൽ കയറുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ പിശാച് പറയും 7 മണിയാകുമ്പോൾ ഗ്യാസിന് ചോർച്ച ഉണ്ടാക്കിയോ, തിളയ്ക്കുന്ന കഞ്ഞിക്കലം മറിച്ചിട്ടോ, പ്രൈസ്തലുള്ള കുക്കറിന്റെ അടപ്പ് തുറന്നോ, നിന്നെ തകർക്കുമെന്ന് 7 മണിക്ക് പിശാച് ഭാവിക്കും. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവകൃപയിൽ നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 6:45 തന്നെ നിന്നെ വിടിപ്പാൻ ഒരു ദൂതന് നിന്റെ അരികിലേക്ക് ഇറക്കി 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 ഉപവാസ പ്രാർത്ഥനയുടെ 19 ദിവസം പിശാചിന്റെ പാപങ്ങൾ, അവന്റെ പദ്ധതികൾ എന്റെ ദൈവം അബദ്ധമാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നോക്കണേ, സാത്താൻ പത്രോസിനെ ഒരു വശത്ത് തകർക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് ദൈവം അവന് വേണ്ടി ദൂതനെ ഇറക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാ, ഒരു വശത്ത് നിന്നെ തകർക്കാൻ പിശാച് പദ്ധതിയിടുമ്പോൾ മറുവശത്ത് ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്നു. ഹല്ലേലൂയ. റിബൽക്കന നമ്മുടെ ചിന്ത ദൈവം വിടുവിക്കുമ്പോൾ ചിലർക്കൊരു ചിന്തയുണ്ട്. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു, 2 പേർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു, വാതിലുകൾ തുറന്ന് വിടുവിക്കപ്പെട്ടതുപോലെ ദൈവം വിടുവിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും. ഇല്ലേ? ഇല്ല ഇല്ല. ദൈവത്തിന് ഭൂകമ്പം ഉണ്ടാക്കി വിടിയിപ്പാൻ കഴിയും. ഒരു വ്യക്തി പോലും അറിയാതെയോ നിന്നെ പുറത്തു കൊണ്ടുവരുക എന്റെ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് ശീലാസിനെയോ വിടിവിച്ചപ്പോൾ 10 പേർ അറിഞ്ഞെങ്കിൽ പത്രോസിനെ വിടിവിച്ചപ്പോൾ ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു, അവൻ ചിലതിനേക്ക് ഒരു ഈച്ച പോലും അറിയാതെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുക കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വ്യാപരിക്കുകയാണ്. ദൈവം നിന്നെ വിടുവിച്ചാൽ നീ കേവലം പേരോടെയല്ല പുറത്തു വരുന്നത്, നീ അറിയപ്പെടുന്ന പേരോടെ പുറത്തു വരും. ഡിഗ്രിയോടെ. അത് ഡോക്ടറേറ്റ് ആയിരിക്കില്ല, BD ആയിരിക്കത്തില്ല, MD ആയിരിക്കത്തില്ല. അവൻ സ്വർഗീയ സർട്ടിഫിക്കറ്റോടെ നീ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദാരിയാവേശിന്റെ കാലത്ത് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയിട്ടു ഒരു ദൂത് പറയാൻ പോകും, പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയി ദാരിയാവേശിന്റെ കയ്യിൽ ദാനിയേലിനെ ഇട്ടു. അവനെ കൊല്ലാൻ കഴിയാത്ത ദാനിയേൽ 6:4 പറയുന്നവൻ വിശ്വസ്തനായിരുന്നു, 6:10 വായിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, 6:21 വായിക്കുന്നവൻ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു, 6:28 ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. ദാരിയാവേശിനെ കൊണ്ടുപോയി ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. അന്ന് രാത്രി അവന് ഉറക്കം വന്നില്ല. എന്ന പത്രോസ് നല്ലതുപോലെ ഉറങ്ങി. സ്വത്രം പറയാ. ദൈവകൃപയുള്ളവൻ ഉറങ്ങും, അല്ലാത്തവന്റെ ഉറക്കം ദൈവം നഷ്ടപ്പെടുന്നു. സ്വത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ആരെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദൂത് പറയാ. ദൈവദാസന്മാരെ പൗലൂസിനെ ശീലാസിനെയോ കാരാഗ്രഹത്തിൽ അടിച്ച് മുറിവേൽപ്പിച്ച കാരാഗ്രഹ പ്രമാണി ആരാധന വെളിപ്പെട്ടപ്പോൾ അവൻ ഉറക്കമുണർന്നു. അതിന്റെ അർത്ഥം ദൈവമക്കളെ തൊട്ടവന്റെ ഉറക്കത്തെ ദൈവം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. എന്ന ദൈവ പൈതൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഉറങ്ങും. ഹല്ലേലൂയ. ദാരിയാവേശിന് ഉറക്കം നഷ്ടപ്പെട്ടു. അവൻ രാവിലെ വന്ന് ദുഃഖ ശബ്ദത്തോടെ വിളിക്കുക, ദാനിയേലേ. രാജാവ് ചിന്തിച്ചു കാണും, ഇപ്പം സിംഹത്തെ മറ്റൊരു കൂട്ടിലാക്കിയിട്ട് ദാനിയേലിന്റെ എല്ലും കഷ്ണങ്ങളെ എടുത്തുകൊണ്ടുവന്ന് എല്ലാവരും കണക്ക് കുഴിച്ചു മൂടാമെന്ന് കരുതി. ദുഃഖ ശബ്ദത്തോടെ ദാനിയേലേ. ഉടനെ ദാനിയേൽ മറുപടി പറഞ്ഞു, രാജാവ് ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. നമ്മളാണെങ്കിൽ പറയും, നീ മുടിഞ്ഞു പോട്ടെ.
സ്വത്രം വരുന്നില്ല. ഇന്ന് രാത്രി പറ, എന്നെ തള്ളിയിട്ടവന് സ്തോത്രം, എനിക്കെതിരെ മന്ത്രവാദം ചെയ്തവന് സ്തോത്രം, ഞാൻ തകരാൻ വേണ്ടി നോക്കിയവന് സ്തോത്രം. കാരണം അവനെ ദൈവം ദീർഘായുസ് കൊടുക്കും. കാര്യം നിന്റെ ഉയർച്ച അവൻ കാണാൻ പോകുക. കരമടിച്ച് പറഞ്ഞാട്ട് ശത്രുവിന് ദീർഘായുസ് ദൈവം കൊടുക്കാൻ പോവാ. കാര്യം നിന്റെ ഉയർച്ച അവൻ കാണുവാൻ പോകുക. ആമേൻ. ദൈവം നിന്നെ മാനിക്കുന്നത് അവൻ കാണുവാൻ പോകുക. ദൈവം നിന്നെ ഉയർത്തുന്നത് അവൻ കാണാൻ പോകുക. ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ രാജാവ് ഓടിച്ചൊന്നൊരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നവന് ഒരു സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തു. പിന്നെയോ ഒരൊറ്റ വിളിയെ വിളിച്ചത്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ആ ഗുഹയുടെ അകത്ത് അവൻ ഇറങ്ങിയപ്പോൾ അവന്റെ പേരിൽ റെവറൻഡ് എന്നല്ല, അവന്റെ പേരിൽ ഡോക്ടർ എന്നല്ല, അവന്റെ പേരിൽ BD എന്നോ MD എന്നല്ല, അവന്റെ പേരിൽ ഒരു വലിയ ഡിഗ്രി ഉണ്ടായി. ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണ്. കരമടിച്ച് ഇന്ന് രാത്രിയിൽ ഊരപ്പിൽ നിന്റെ പേരിനോടുകൂടെ ഒരു ഡിഗ്രി വരുവാൻ പോകുക. അത് മറ്റൊരു ഡിഗ്രി അല്ല, നീ ആരാധിക്കുന്ന എന്റെ ദൈവം അവൻ ജീവനുള്ള ദൈവമെന്ന് ജാതികൾ പറയാൻ പോകുക. ജാതികൾ പറയാൻ പോകുക. ദൈവം പല രീതിയിൽ വിടുവിക്കും. പത്രോസിനെ വിടുവിച്ചതൊരു ഈച്ച പോലും അറിഞ്ഞില്ല. അവൻ എന്ത് ചെയ്യ? ഉറങ്ങിയ. എന്ത് ചെയ്യ? ഉറങ്ങി. ഞാൻ പറയാം, അവൻ ഉറങ്ങുകയല്ല, സാത്താൻ അവൻ എന്ത് ചെയ്യ? ഉറക്കുകയാ. സ്വത്രം സ്വത്രം. അമേൻ അമേൻ. ചില ആരാധനയെ കണ്ടിട്ടില്ലേ, ചിലര് വന്നിരുന്ന് ഉറങ്ങുന്നത്. ഓർത്തോണം, സാത്താൻ നിന്നെ ഉറക്കി. എന്തിനാ ഉറക്കിയെന്ന് അറിയാമോ? സാത്താൻ അറിയാം, ഇന്ന് രാത്രി പത്രോസിനെ ഉറക്കിയാൽ പിന്നെ ഇവൻ എഴുന്നേൽക്കണമെങ്കിൽ നാളെ രാവിലെയാവും. ഹല്ലേലൂയ. നാളെ രാവിലെ ഇവനെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാവ് വാളും മിനുക്കി വെച്ചോണ്ടിരിക്കുക. ഒരു ദൂത് പറയാ, അവൻ നാളത്തെ രാത്രി രാവിലെ നിന്നെ ഉണർത്തുവാൻ വേണ്ടി ഇന്നത്തെ രാത്രിയിൽ പിശാചിന്റെ അരികിൽ വന്ന് നിന്നെ തട്ടിത്തലോടി ഉറക്കുക. അവൻ പിശാച് നിന്നെ വാവാട്ടി ഉറക്കുക. ഞാൻ വിശ്വസിക്കുന്നു പത്രോസിനെ സാത്താൻ ഉറക്കുകയാ. സാത്താൻ അറിയവൻ ഉറങ്ങട്ടെ. ഇവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാളത്തെ പ്രഭാതമാകുമ്പോൾ അവൻ ഹെരോദാവ് തന്റെ വാളെടുത്ത് പത്രോസിന്റെ തല വെട്ടിക്കളയുവാൻ പോകുക. അവനെ തകർത്ത് കളയുവാൻ സാത്താൻ അവനെ തട്ടി ഉറക്കുകയാ. ഈ ഊരം പ്രദേശത്തൊരു ദൂത് പറയാ, സാത്താൻ നിന്നെ ഉറക്കുമ്പോൾ നീ ഉറങ്ങരുത്. ഇന്ന് രാത്രി ദൈവം നിന്നെ ഉണർത്തുവാൻ ഒരു ദൂതനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആമേ. ഉപവാസ പ്രാർത്ഥനയുടെ ഈ സുവിശേഷ മഹായുഗത്തിന്റെ 19ാം ദിവസം നിന്നെ ഉണർത്തുവാൻ ദൈവം ഒരു ദൂതനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി നിന്നെ തട്ടുവാൻ പോകുക. അവൻ നിന്നെ തട്ടുമ്പോൾ നീ ഇന്ന് രാത്രി ഉണരുവാൻ തയ്യാറായാൽ ഇല കടത്തുകള്, ഇല കാവലുകള് കടത്തിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാ കഴിയുന്ന ദൈവത്തിന്റെ മകനീയ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നീ മനസ്സിലാക്കാൻ പോകുക. ദൂതൻ വന്നവനെ തട്ടുകയാ. പത്രോസേ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പത്രോസേ എഴുന്നേൽക്ക്. ഇവൻ പറഞ്ഞു, അയ്യോ കുറച്ചുകൂടി കിടക്കട്ടെ, നാളെ എഴുന്നേൽക്ക, മറ്റന്ന് എഴുന്നേൽക്ക. ഇന്ന് രക്ഷിക്കപ്പെടാൻ വയ്യ, ഇന്ന് സ്നാനപ്പെടാൻ വയ്യ, ഇന്ന് ആരാധിക്കാൻ വയ്യ, ഇന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, ഇന്ന് ക്ഷീണമുണ്ട്, ഇന്ന് എഴുന്നേൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് പത്രോസ് നീ കിടന്നാൽ നിന്റെ കാര്യം പോക്ക. ഞാൻ ഒരു ദൂത് പറയാ, ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ എളുപ്പമാ, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്തുവാൻ പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനെ ദൂതൻ തട്ടിയപ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേറ്റ്. ഒരു ദൂത് പറയാ, ദൈവം നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി തട്ട് തന്നപ്പോൾ തന്നെ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നീ ചാടി എഴുന്നേറ്റാൽ ദൈവം തന്റെ കരങ്ങൾ നിന്റെ കരത്തെ പിടിക്കുവാൻ പോകുക. ഇന്ന് രാത്രിയിൽ ചില കാവലുകള് നിന്നോട് ഒരുമിച്ച് ദൂതൻ അവൻ കടന്നു കൊണ്ടുവന്ന് നിന്നെ ഇന്ന് രാത്രി വിടുതലിന്റെ അവൻ പുറത്ത് എത്തിക്കുവാൻ പോകുകയാണ്. ആറിയൂരടി നീ തയ്യാറാണോ? ദൈവം നിന്നെ തട്ടുമ്പോൾ, ദൈവം നിന്നെ ഉണർത്തുമ്പോൾ, രക്ഷിക്കപ്പെടുവാൻ പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ പറയുമ്പോൾ നീ സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ തയ്യാറാകുന്നു പറയുമ്പോൾ അതിന് തയ്യാറാകുന്നെങ്കിൽ ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് നീ കിടക്കുന്ന കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരും ചാടി എന്നിട്ടാണ്. ഇന്ന് രാത്രി എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുക. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുക. കസേര ഒരു ബന്ധനമായി തീരരുത്. എല്ലാവരും
മുൻപിലേക്ക് വന്നാട്ട് ഇന്ന് രാത്രി യേശു ചിലതിനെ തൊടുകയാ, യേശു ചിലതിനെ തട്ടുകയാ. യേശുവിന്റെ കരത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങള് അതിശക്തിയോട് ഇന്ന് രാത്രികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുക. നീ പിശാചിന്റെ വകയല്ല, ഇന്ന് രാത്രി സാത്താന്റെ വകയല്ല, നീ യേശുവിന്റെ പൈതല. അവന്റെ വിടുതന്റെ ശക്തി ഇന്ന് രാത്രി അവൻ നിന്റെ മേൽ ഇന്ന് രാത്രി കൽപ്പിക്കുക. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോകുക, നിന്റെ വേദികളെ കർത്താവ് ഇന്ന് രാത്രി വിടിയിപ്പാൻ പോകുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ടിന്റെ ചില അടികൾ പാടി ദൈവത്തെ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കാൻ പോകുക. ശക്തിയോടെ കമോൺ. ഈ രാത്രി ചില രോഗികളെ യേശു സൗഖ്യമാക്കാൻ പോകുകയാണ്. ചില ഭൂതങ്ങളെ ദൈവത്തിന്റെ ഇവിടെ വെളിപ്പെടുക ശക്തിയോടെ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയാ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം സൗഖ്യമായി. യേശു എന്നെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയാ ഇന്ന് രാത്രി നീങ്ങിപ്പോയി മാറിപ്പോയി ശാപങ്ങൾ, സൗഖ്യമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ യേശുവിനെ തട്ടി ഉണർത്തുകയാണ്. പുറത്തു കൊണ്ടുവരുവാ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല, അവൻ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. ഇന്ന് രാത്രി യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. പാരമ്പര്യത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പൈശാചിക ശക്തിയുടെ ഇരുട്ടിന്റെ മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പോകുക. യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തം ശുദ്ധിക്കാൻ, യേശുവിൻ രക്തം കഴുകലാൻ, യേശുവിൻ രക്തം വിടുതലാൻ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയാ ഞാൻ പാടി യേശുവിനെ ആരാധിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചത് ഉള്ളിൽ പോലും നീനച്ചതല്ല. ആ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. അവൻ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, നിന്നെക്കാൾ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ
ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ, ശക്തിയോടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു വിടുവിക്കുന്നത്, യേശു അത്ഭുതങ്ങളെയോ, യേശു അഭിഷേകങ്ങളെയോ. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. കാലുകളേറെ കൂരെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. പിന്നെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ ദിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു ജീവിക്കുന്നു. ശക്തിയോടെ ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക. ഈ പട്ടണത്തെ ഇളക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരിക. കൈനോട്ടക്കാരന്റെ കയ്യിലല്ല, മലയാള മനോരമയുടെ വാരന്ത പതിപ്പിലല്ല. ദൈവത്തെ സേവിക്കുന്ന ദൈവമൈതലേ, നിന്റെ ഉയർച്ച ഇരിക്കുന്നത് നിന്റെ വീട്ടിൽ അയൽവക്കക്കാരൻ പറയില്ലേ, നീ 90 കഴിയത്തിൽ അവന്റെ വായിലല്ല. ബൈബിൾ പറഞ്ഞ 49:16 പറഞ്ഞ അവൻ നിന്നെ അവന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. നീ ദൈവത്തിന്റെ ഉള്ളങ്കയിലാണ്. ഈ ടെലിവിഷനിലൂടെ ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം കാണുവാൻ പോകുന്നവരെ ദൈവാത്മാവിൽ ദൂത് പറയാ, നീ യേശുവിന്റെ പൈതലെങ്കിൽ നിന്റെ ഭാവി ശത്രുവിന്റെ കയ്യിലല്ല, യേശുവിന്റെ കരങ്ങളില്. ആ കരമടിച്ചാ വിശ്വസിക്കുന്നവർ എന്റെ ദൈവത്തോട് സ്തുതിക്കട്ടെ. ആരെങ്കിലും 10 കാണില്ല, 9 കാണത്തില്ല, 90 കാണത്തില്ലെന്ന് പറഞ്ഞ് പേടിക്കരുത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ലൂക്കോസിന് ഭയങ്കര സന്തോഷമായി. ലൂക്കോസ് പറഞ്ഞു, അയ്യോ, അടിമത്വത്തിൽ കിടന്ന് എന്നെ വിടുവിച്ച ഈ തെയോഫിലോസിന് ഒരു സമ്മാനം കൊടുക്കും. അവൻ ഊരമ്പിലുള്ള ഏറ്റവും നല്ല കടയിൽ കയറി നല്ലൊരു ബൊക്കയോ പൂച്ചണ്ടോ അവൻ നല്ല എന്തെങ്കിലും പ്രസന്റേഷൻ വാങ്ങിച്ചിട്ട്, സാർ, അടിമത്വത്തിലായിരുന്നു എന്നെ നിങ്ങൾ വിടുവിച്ചില്ലേ, ഇതിരുന്നോട്ടെ എന്ന് പറഞ്ഞൊരു പൂച്ചണ്ട് കൊടുത്തില്ല. ഹല്ലേലൂയ. ലൂക്കോസ് ചിന്തിച്ചു, എന്നെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച ഈ ഉന്നത ഉദ്യോഗസ്ഥന് എന്താണ് ഞാൻ സമ്മാനമായി കൊടുക്കാൻ? ഉടനെ ലൂക്കോസിന് മനസ്സിൽ ലോകത്തിലെ മനുഷ്യന് സമ്മാനമായി കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനമുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശുവാണ്. കർത്താവ് യേശുവാണ്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കോളേജ് കുമാരന്മാരെ, കുമാരിമാരെ, ഇന്ന് രാത്രി അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങളുടെ കൂട്ടുകാർ കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഓട്ടോഗ്രാഫ് അല്ല, എന്റെ യേശുവാ, എന്റെ യേശുവാ. കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റുകളും മൊബൈൽ ഫോണുകളും ഇന്നത്തെ യുവതലമുറകളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഊരമ്പിൽ ദൈവത്തെ സേവിക്കുന്ന യുവത്വത്തിൽ മുട്ടിട്ട സുന്ദര സ്വപ്നങ്ങൾ നിന്റെ കൂട്ടുകാരികൾക്ക്, കൂട്ടുകാരന്മാർ കൊടുക്കാനുള്ളത് ആമെ പൂച്ചണ്ടുകളും ബൊക്കകളും ആമെ ലെറ്ററുകളും അല്ല, ഒരു യേശുവിനെ കൈമാറ്റം ചെയ്യട്ടെ. കരമടിച്ച് പറ, നിന്റെ തലമുറയിലൂടെ ഒരു യേശു ഈ ദിവസം സ്കൂളുകൾ, കോളേജുകൾ, ഒരു യേശു, ഒരു യേശു അവൻ കൈമാറ്റപ്പെടട്ടെ. അവനൊരു സമ്മാനമായി കൊടു. Praise Lord. Hallelujah.
നേരെ എന്ത് ചെയ്യുന്നറിയാമോ? ലൂക്കോസ് ഓടിച്ച് ആത്മാവിന്റെ നിറവോട് അവൻ ഈ തെയോപ്പിലോസിന് കൊടുക്കുവാൻ വേണ്ടി അവൻ എഴുതിയ 2 പുസ്തകങ്ങളാണ് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ കഷ്ടാനുഭവം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ സ്വർഗ്ഗാരോഹണം, ഇവയെല്ലാം അടങ്ങിയ 2 വാല്യങ്ങളുള്ള ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകവും എഴുതി തെയോപ്പിലോസിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഇത് വായിച്ച തെയോപ്പിലോസ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാ, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഊരമ്പിന് തരുവാനുള്ള ഏറ്റവും വിലപ്പെട്ട സമ്മാനം അതാരാണ്? അമ്മയോ അപ്പനോ അല്ല, അത് പുത്രനായ യേശുവാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതി. അത് പുത്രനായ എന്റെ യേശുവാണ്. മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു അല്ലാതെ വേറൊരു നാമവും ഇല്ല. പത്രോസിനെ ഹെരോദാവിന്റെ കാലത്ത് കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടിരിക്കുക. പ്രൈസ് ലോർഡ്. എവിടെ പീഡയുണ്ടോ അവിടെ ഒരു വിടുതലുണ്ട്. സ്വത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ പീഡിപ്പിക്കാൻ വേണ്ടി കൈനീട്ടി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, യാക്കോബിനെ കൊന്നു, പത്രോസിനെ പിടിച്ചുകൊണ്ടുവന്ന് കാരാഗ്രഹത്തിനകത്താക്കി. ഹല്ലേലൂയ. ഒരു ദൂത് പറയാ, കാരാഗ്രഹത്തിനകത്താക്കി. പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി ഭാവിച്ചുകൊണ്ടിരിക്കുക. പത്രോസിനെ കൊല്ലുവാൻ ഹെരോദാവ് ഭാവിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൂത് ദൈവദാസന്മാരെ ഓടി വരികയാ. ഹെരോദാവ് പത്രോസിനെ കൊല്ലുവാൻ ഭാവിക്കുന്നത് പോലെ ഈ ഊരമ്പ് ദേശത്ത് ചില കുടുംബങ്ങളെ തകർക്കുവാൻ പിശാച് ഭാവിച്ചുകൊണ്ടിരിക്കുക. ഓ റിബാല ഹസ്തിനി ഹമനാദിയാര, ചില വ്യക്തികളെ തകർക്കുവാൻ പിശാച് ഭാവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ 19ാം ദിവസം ആത്മാവ് ദൂത് പറയുന്നു, ഈ ആരാധനയിലൂടെ പിശാചിന്റെ പാവങ്ങള്, പദ്ധതികള് എന്റെ അബദ്ധമാക്കാൻ പോകുക. കരമടിച്ചെന്ന് രാത്രി വൈഡരഹസ്യ. ഓ റിബൽക്കന, നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി പിശാച് ഭാവിക്കുന്നവന്റെ പാവങ്ങള് എന്റെ ദൈവം തകർക്കാൻ പോകുക. പിശാച് ഭാവിക്കുന്നവരാ. ഉദാഹരണം പറഞ്ഞുതരാം. ബൈക്ക് ഓടിക്കുന്ന ഏതെങ്കിലും അങ്കിൾമാരുണ്ടെങ്കിൽ ശത്രു നമുക്കെതിരെ ഭാവിക്കും. നമ്മൾ ഊരമ്പിൽ നിന്ന് പാറശാല പോകുന്നത് കരുതുക. പാറശാല പോകുമ്പോൾ ചൂഴാല് കഴിഞ്ഞ് ശങ്കുരുട്ടി, അത് കഴിഞ്ഞ് ചെങ്കവള കഴിഞ്ഞാണ് പാറശാല. ഹല്ലേലൂയ. എന്നാൽ ചൂഴാലും ശങ്കുരുട്ടി, ചൂഴാലെത്തുമ്പോൾ ബൈക്കുമായിട്ട് നമ്മൾ ഇങ്ങനെ ഊരമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൂഴാലെത്തുമ്പോൾ പിശാച് പറയടാ, ചങ്കുരുട്ടി കഴിഞ്ഞ് നീ ചെങ്കവള എത്തുമ്പോൾ നിനക്കെതിരെ ഞാൻ ഒരു ടാങ്കർ ലോറിയെ കൊണ്ടുവരും. പിശാച് ഭാവിക്കുക. ആ ടാങ്കർ ലോറി ഞാൻ റോങ് സൈഡ് കയറ്റി നിന്റെ ബൈക്കുമായി ഞാൻ കൂട്ടിയിടിപ്പിക്കും. ആ സ്പോട്ടിൽ വെച്ച് നിന്നെ ഞാൻ തകർക്കും. പ്രൈസ് ലോർഡ്. ഇതൊന്നും പറഞ്ഞുകൂടാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പ്രൈസ് ഊരമ്പിലെ പാറശാലയിലേക്ക് പോകുക. ഊരമ്പെത്തി ചൂടാലെത്തി, അടുത്ത ശങ്കുരുട്ടിയിൽ പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സാത്താനവനെ ചെങ്കവടയിൽ പിശാചവനുമെതിരെ ഭാവിച്ച് ഒരു ടാങ്കർ ലോറി ഒരുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ വ്യക്തി ഒരു ദൈവ പൈതലെങ്കിൽ, ഇവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ ഒരു പറയാ ഒരു ദൂത് പറയാൻ പോവാ. പ്രൈസ് പത്രോസിനെ ഒരു വശത്ത് പിശാച് ഭാവിക്കുമ്പോൾ മറുവശത്ത് ദൈവന് വേണ്ടി ഒരു ദൂതനെ ഒരുക്കി. ഹല്ലേലൂയ. അതുപോലെ ആത്മാവ് ദൂത് പറയുക, പിശാചിനെതിരെ ഭാവിക്കുക, ചെങ്കവളയിൽ ഇവനെ തകർക്കാമെന്ന് ഭാവിക്കുമ്പോൾ ഇവൻ ദൈവകൃപയിലുള്ളവനായതുകൊണ്ട് ഇവൻ ഊരമ്പിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ചൂടാലെത്തി ശങ്കുരുട്ടിയിലേക്ക് അവൻ പോകുമ്പോൾ ആ ശങ്കുരുട്ടിയുടെ ജംഗ്ഷനിൽ വരുമ്പോൾ തന്നെ അവനെ പരിപാലിപ്പാൻ വേണ്ടി ഒരു ദൂതന് അവിടേക്ക് ഇറക്കി വിടുവാനിടയാകുക. കരമടിച്ചെന്ന് രാത്രി പറഞ്ഞാട്ട് വൈഡാരഹസ്യ, അവനെ പരിപാലിപ്പാൻ ശത്രുവിന്റെ കയ്യിൽ അവനെ കൊടുക്കാതെ, ദുഷ്ടന്റെ കയ്യിൽ കൊടുക്കാതെ, ചെങ്കവളയിൽ അവനെതിരെ പതിയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ തകർത്തുകൊണ്ട് വൈഡാരഹസ്യ മുന്നേറുവാൻ ദൈവത്തിന്റെ ദൂതന്മാര് ദൈവം ഇറക്കിയിരിക്കും. അമ്മമാർക്കൊരു ദൂതുണ്ട്. രാവിലെ ഭർത്താവിനെ ജോലിക്ക് വിടുവാൻ, മക്കളെ സ്കൂളിൽ വിടാൻ, അടുക്കളയിൽ കയറുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ പിശാച് പറയും 7 മണിയാകുമ്പോൾ ഗ്യാസിന് ചോർച്ച ഉണ്ടാക്കിയോ, തിളയ്ക്കുന്ന കഞ്ഞിക്കലം മറിച്ചിട്ടോ, പ്രൈസ്തലുള്ള കുക്കറിന്റെ അടപ്പ് തുറന്നോ, നിന്നെ തകർക്കുമെന്ന് 7 മണിക്ക് പിശാച് ഭാവിക്കും. ഹല്ലേലൂയ. എന്നാൽ നീ ദൈവകൃപയിൽ നിന്നുകൊണ്ട് പാചകം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 6:45 തന്നെ നിന്നെ വിടിയിപ്പാൻ ഒരു ദൂതന്, 6:45 തന്നെ നിന്നെ വിടിയിപ്പാൻ ഒരു ദൂതന് നിന്റെ അരികിലേക്ക് ഇറക്കി 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 ഇറക്കി. ഓ ശിഖാരവാലാദിയ വൈഡാരഹസ്യാര
ഉപവാസ പ്രാർത്ഥനയുടെ 19ാം ദിവസം പിശാചിന്റെ പാപങ്ങൾ, അവന്റെ പദ്ധതികൾ എന്റെ ദൈവം അബദ്ധമാക്കുകയാ. Praise the Lord. നോക്കണേ, സാത്താൻ പത്രോസിനെ ഒരു വശത്ത് തകർക്കാൻ നോക്കുമ്പോൾ മറുവശത്ത് ദൈവം അവന് വേണ്ടി ദൂതനെ ഇറക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൂത് പറയാ, ഒരു വശത്ത് നിന്നെ തകർക്കാൻ പിശാച് പദ്ധതിയിടുമ്പോൾ മറുവശത്ത് ദൈവം നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കുന്നു. ഹല്ലേലൂയ. ഓ റിബൽക്കന, നമ്മുടെ ചിന്ത അവൻ ദൈവം വിടുവിക്കുമ്പോൾ അവൻ ചിലർക്കൊരു ചിന്തയുണ്ട്. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു, രണ്ടുപേർ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ പൊട്ടിത്തെറിച്ചു, വാതിലുകൾ തുറന്ന് വിടുവിക്കപ്പെട്ടതുപോലെ അവൻ ദൈവം വിടുവിക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും. ഇല്ല ഇല്ല ഇല്ല, ദൈവത്തിന് ഭൂകമ്പം ഉണ്ടാക്കി വിടിയിപ്പാൻ കഴിയും. രാമേ, ഒരു വ്യക്തി പോലും അറിയാതെയോ നിന്നെ പുറത്തു കൊണ്ടുവരുക എന്റെ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വൈഡാരകശസിയ പൗലോസ് ശീലാസിനെയോ വിടിവിച്ചപ്പോൾ 10 പേർ അറിഞ്ഞെങ്കിൽ പത്രോസിനെ വിടിവിച്ചപ്പോൾ ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു, അവൻ ചിലതിനേക്ക് ഒരു ഈച്ച പോലും അറിയാതെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുക കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വ്യാപരിക്കുകയാണ്. ദൈവം തന്നെ വിടുവിച്ച നീ കേവലം പേരോടെയല്ല പുറത്തു വരുന്നത്, നീ അറിയപ്പെടുന്ന പേരോടെ പുറത്തു വരും. ഡിഗ്രിയോടെ. അത് ഡോക്ടറേറ്റ് ആയിരിക്കില്ല, BD ആയിരിക്കത്തില്ല, MD ആയിരിക്കത്തില്ല. അവൻ സ്വർഗീയ സർട്ടിഫിക്കറ്റോടെ നീ ഇറങ്ങി വരും. ഹല്ലേലൂയ. ദാരിയാവേശിന്റെ കാലത്ത് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയിട്ടു ഒരു ദൂത് പറയാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടുപോയി ദാരിയാവേശിന്റെ കയ്യിൽ ദാനിയേലിനെ ഇട്ടു. അവനെ കൊല്ലാൻ കഴിയാത്ത ദാനിയേൽ 6:4 പറയുന്നവൻ വിശ്വസ്തനായിരുന്നു, 6:10 വായിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു, 6:21 വായിക്കുന്നവൻ ഇടവിടാതെ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു, 6:28 ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു. ദാരിയാവേശിനെ കൊണ്ടുപോയി ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ടു. അന്ന് രാത്രി അവന് ഉറക്കം വന്നില്ല. എന്ന പത്രോസ് നല്ലതുപോലെ ഉറങ്ങി. സ്വത്രം പറയാ. ദൈവകൃപയുള്ളവൻ ഉറങ്ങും, അല്ലാത്തവന്റെ ഉറക്കം ദൈവം നഷ്ടപ്പെടുന്നു. സ്വത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ ആരെങ്കിലും കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദൂത് പറയാ. ആമേ, ദൈവദാസന്മാരെ പൗലൂസിനെ ശീലാസിനെയോ കാരാഗ്രഹത്തിൽ അടിച്ച് മുറിവേൽപ്പിച്ച കാരാഗ്രഹ പ്രമാണി ആരാധന വെളിപ്പെട്ടപ്പോൾ അവൻ ഉറക്കമുണർന്നു. അതിന്റെ അർത്ഥം ദൈവമക്കളെ തൊട്ടവന്റെ ഉറക്കത്തെ ദൈവം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. എന്ന ദൈവ പൈതൽ ആമേ പ്രശ്നങ്ങളുടെ നടുവിൽ ഉറങ്ങും. ഹല്ലേലൂയ. ദാരിയാവേശിന് ഉറക്കം നഷ്ടപ്പെട്ടു. അവൻ രാവിലെ വന്ന് ദുഃഖശബ്ദത്തോടെ വിളിക്കുക, ദാനിയേലേ, ദാനിയേലേ. രാജാവ് ചിന്തിച്ചു കാണും, ഇപ്പം സിംഹത്തെ എല്ലാം മറ്റൊരു കൂട്ടിലാക്കിയിട്ട് ദാനിയേലിന്റെ എല്ലും കഷ്ണങ്ങളെ എടുത്തുകൊണ്ടുവന്ന് ആമ എല്ലാവർക്കാണെങ്കിൽ കുഴിച്ചു മൂടാമെന്ന് കരുതി. ദുഃഖശബ്ദത്തോടെ ദാനിയേലേ, ദാനിയേലേ. ഉടനെ ദാനിയേൽ മറുപടി പറഞ്ഞു, രാജാവ് ദീർഘായുസ്സുണ്ടായിരിക്കട്ടെ. നമ്മളാണെങ്കിൽ പറയും, നീ മുടിഞ്ഞു പോട്ടെ. സ്വത്രം വരുന്നില്ല. ഇന്ന് രാത്രി പറ, എന്നെ തള്ളിയിട്ടവന് സ്തോത്രം, എനിക്കെതിരെ മന്ത്രവാദം ചെയ്തവന് സ്തോത്രം, ഞാൻ തകരാൻ വേണ്ടി നോക്കിയവന് സ്തോത്രം. കാരണം അവനെ ദൈവം ദീർഘായുസ്സോടും കാര്യം നിന്റെ ഉയർച്ച അവൻ കാണാൻ പോകുക. കരമടിച്ച് പറഞ്ഞാട്ടെ, ശത്രുവിന് ദീർഘായുസ്സ് ദൈവം കൊടുക്കാൻ പോവാ. കാര്യം നിന്റെ ഉയർച്ച അവൻ കാണുവാൻ പോകുക. ആമേ, ദൈവം നിന്നെ മാനിക്കുന്നത് അവൻ കാണുവാൻ പോകുക. ദൈവം നിന്നെ ഉയർത്തുന്നത് അവൻ കാണാൻ പോകുക. ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ രാജാവ് ഓടിച്ചൊന്നൊരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നവന് ഒരു സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തു, പിന്നെയോ ഒരൊറ്റ വിളിയെ വിളിച്ചത്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ആ ഗുഹയുടെ അകത്ത് അവൻ ഇറങ്ങിയപ്പോൾ അവന്റെ പേരിൽ റെവറൻഡ് എന്നല്ല, അവന്റെ പേരിൽ ഡോക്ടർ എന്നല്ല, അവന്റെ പേരിൽ BD എന്നോ MD എന്നല്ല, അവന്റെ പേരിൽ ഒരു വലിയ ഡിഗ്രി ഉണ്ടായി. ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാണ്. കരമടിച്ച് ഇന്ന് രാത്രിയിൽ ഊരപ്പിൽ നിന്റെ പേരിനോടുകൂടെ ഒരു ഡിഗ്രി വരുവാൻ പോകുക. അത് മറ്റൊരു ഡിഗ്രി അല്ല, നീ ആരാധിക്കുന്ന എന്റെ ദൈവം അവൻ ജീവനുള്ള ദൈവമെന്ന് ജാതികൾ പറയാൻ പോകുക. ദൈവം പല രീതിയിൽ വിടുവിക്കും. പത്രോസിനെ വിടുവിച്ചതൊരു ഈച്ച പോലും അറിഞ്ഞില്ല. അവൻ എന്ത് ചെയ്യ? ഉറങ്ങിയ. ഞാൻ പറയാം, അവൻ ഉറങ്ങുകയല്ല, സാത്താൻ അവൻ എന്ത് ചെയ്യ? ഉറക്കുകയാ. സ്വത്രം. ആമേൻ. ചില ആരാധനയെ കണ്ടിട്ടില്ലേ, ചിലര് വന്നിരുന്ന് ഉറങ്ങുന്നത്.
ഓർത്തോണം, സാത്താൻ നിന്നെ ഉറക്കി. എന്തിനാ ഉറക്കിയെന്നറിയാമോ? സാത്താൻ അറിയാം, ഇന്ന് രാത്രി പത്രോസിനെ ഉറക്കിയാൽ പിന്നെ ഇവൻ എഴുന്നേൽക്കണമെങ്കിൽ നാളെ രാവിലെയാവും. ഹല്ലേലൂയ. നാളെ രാവിലെ ഇവനെ കൊല്ലുവാൻ വേണ്ടി ഹെരോദാവ് വാളും മിനുക്കി വെച്ചോണ്ടിരിക്കുക. ഒരു ദൂത് പറയാ, നാളത്തെ രാത്രി രാവിലെ നിന്നെ ഉണർത്തുവാൻ വേണ്ടി ഇന്നത്തെ രാത്രിയിൽ പിശാചിന്റെ അരികിൽ വന്ന് നിന്നെ തട്ടിത്തലോടി ഉറക്കുക. പിശാച് നിന്നെ വാവാട്ടി ഉറക്കുക. ഞാൻ വിശ്വസിക്കുന്നു പത്രോസിനെ സാത്താൻ ഉറക്കുകയാ. സാത്താൻ അറിയവൻ ഉറങ്ങട്ടെ. ഇവൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നാളത്തെ പ്രഭാതമാകുമ്പോൾ ഹെരോദാവ് തന്റെ വാളെടുത്ത് പത്രോസിന്റെ തല വെട്ടിക്കളയുവാൻ പോകുക. അവനെ തകർത്ത് കളയുവാൻ സാത്താൻ അവനെ തട്ടി ഉറക്കുകയാ. ഈ ഊരം പ്രദേശത്തൊരു ദൂത് പറയാ, സാത്താൻ നിന്നെ ഉറക്കുമ്പോൾ നീ ഉറങ്ങരുത്. ഇന്ന് രാത്രി ദൈവം നിന്നെ ഉണർത്തുവാൻ ഒരു ദൂതൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ ഈ സുവിശേഷ മഹായുഗത്തിന്റെ 19ാം ദിവസം നിന്നെ ഉണർത്തുവാൻ ദൈവം ഒരു ദൂതനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇന്ന് രാത്രി നിന്നെ തട്ടുവാൻ പോകുക. അവൻ നിന്നെ തട്ടുമ്പോൾ നീ ഇന്ന് രാത്രി ഉണരുവാൻ തയ്യാറായാൽ ഇല കടത്തുകള്, ഇല കാവലുകള് കടത്തിക്കൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മകനീയ ശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നീ മനസ്സിലാക്കാൻ പോകുക. ദൂതൻ വന്നവനെ തട്ടുകയാ. പത്രോസേ എഴുന്നേൽക്ക്, പത്രോസേ എഴുന്നേൽക്ക്. ഇവൻ പറഞ്ഞു, അയ്യോ കുറച്ചുകൂടി കിടക്കട്ടെ, നാളെ എഴുന്നേൽക്ക, മറ്റന്നാൾ എഴുന്നേൽക്ക. ഇന്ന് രക്ഷിക്കപ്പെടാൻ വയ്യ, ഇന്ന് സ്നാനപ്പെടാൻ വയ്യ, ഇന്ന് ആരാധിക്കാൻ വയ്യ, ഇന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, ഇന്ന് ക്ഷീണമുണ്ട്, ഇന്ന് എഴുന്നേൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് പത്രോസ് നീ കിടന്നാൽ നിന്റെ കാര്യം പോക്ക. ഞാൻ ഒരു ദൂത് പറയാ, ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ എളുപ്പമാ, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്തുവാൻ പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനെ ദൂതൻ തട്ടിയപ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേറ്റ്. ഒരു ദൂത് പറയാ, ദൈവം നിന്റെ ഹൃദയത്തിൽ ഇന്ന് രാത്രി തട്ട് തന്നപ്പോൾ തന്നെ ദൈവ ശബ്ദത്തിന് മുമ്പിൽ നീ ചാടി എഴുന്നേറ്റാൽ ദൈവം തന്റെ കരങ്ങൾ നിന്റെ കരത്തെ പിടിക്കുവാൻ പോകുക. ഇന്ന് രാത്രിയിൽ ചില കാവലുകള് നിന്നോടൊരുമിച്ച് ദൂതൻ അവൻ കടന്നു കൊണ്ടുവന്ന് നിന്നെ ഇന്ന് രാത്രി വിടുതലിന്റെ അവൻ പുറത്ത് എത്തിക്കുവാൻ പോകുകയാണ്. ആറിയൂരടി നീ തയ്യാറാണോ? ദൈവം നിന്നെ തട്ടുമ്പോൾ, ദൈവം നിന്നെ ഉണർത്തുമ്പോൾ, രക്ഷിക്കപ്പെടുവാൻ പറയുമ്പോൾ നീ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ പറയുമ്പോൾ നീ സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ തയ്യാറാകുന്നു പറയുമ്പോൾ അതിന് തയ്യാറാകുന്നെങ്കിൽ ആത്മാവ് ദൂത് പറയുന്നു, ഇന്ന് നീ കിടക്കുന്ന കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരും ചാടി എന്നിട്ടാണ്. ഇന്ന് രാത്രി എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. എന്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ പോകുക. ഒരുമിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുക, ഒരുമിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ പോകുക. കസേര ഒരു ബന്ധനമായി തീരരുത്. എല്ലാവരും മുൻപിലേക്ക് വന്നാട്ട് ഇന്ന് രാത്രി യേശു ചിലതിനെ തൊടുകയാ, യേശു ചിലതിനെ തട്ടുകയാ. യേശുവിന്റെ കരത്തിന്റെ വല്ലഭത്വത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില ജീവിതങ്ങള് അതിശക്തിയോട് ഇന്ന് രാത്രികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുക. നീ പിശാചിന്റെ വകയല്ല, ഇന്ന് രാത്രി നീ സാത്താന്റെ വകയല്ല, നീ യേശുവിന്റെ പൈതല. അവന്റെ വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രി അവൻ നിന്റെ മേൽ ഇന്ന് രാത്രി കൽപ്പിക്കുക. ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നിന്റെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കാൻ പോകുക. നിന്റെ വേദികളെ കർത്താവ് ഇന്ന് രാത്രി വിടിയിപ്പാൻ പോകുക. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ടിന്റെ ചില അടികൾ പാടി ദൈവത്തെ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കാൻ പോകുക. ശക്തിയോടെ കമോൺ. ഭാരങ്ങൾ മാറിപ്പോയി, എന്റെ ശാപങ്ങൾ സൗഖ്യമായി, എന്റെ രോഗങ്ങൾ ഈ രാത്രി ചില രോഗികളെ യേശു സൗഖ്യമാക്കി പോകുകയാണ്. ചില ഭൂതങ്ങളെ ദൈവത്തിന്റെ ഇവിടെ ശക്തിയോടെ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം സൗഖ്യമായി. യേശുവിനെ വീണ്ടെടുത്തു, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ
നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ തട്ടി ഉണർത്തുകയാണ്. പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല, അവൻ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. ഇന്ന് രാത്രി യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. പാരമ്പര്യത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പൈശാചിക ശക്തിയുടെ ഇരുട്ടിന്റെ മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിന് പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. യേശുവിനെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ, യേശുവിൻ രക്തം, യേശുവിൻ രക്തം കഴുകലാൽ, യേശുവിൻ രക്തം വിടുതലാൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടി യേശുവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തുക രാത്രി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകിയ ഇല കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകയാ. യേശുവിന്റെ മഹത്വത്തിന്റെ കര ഇന്ന് രാത്രി ശക്തിയോട് ഈ ഗ്രൗണ്ടിൽ ചലിക്കുക, ഈ ഗ്രൗണ്ടിൽ ചലിക്കുക. ഇത് വിടുതന്റെ രാത്രിയാ, ഇത് ദൈവപ്രവൃത്തിയുടെ രാത്രിയാ. യോദ്ധാവിന് അവൻ പത്രോസിനെ ബന്ധിച്ചതുപോലെ നാളുകൾ കൊണ്ട് ബന്ധിച്ച് തകർക്കുക. ആമേ, ഇരുണ്ടുകൂടി കിടക്കുന്ന ചില ശക്തികൾ യേശുവിന്റെ നാമത്തിൽ തകരുവാൻ പോകുക. ദൈവിക നിറവിന്റെ രാത്രി വെളിപ്പെടുകയാ. വെള്ളത്തിൽ മീതെ പരിവർത്തിക്കപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പരിവർത്തിക്കപ്പെടുകയാ. പാപം വേണ്ട, ലോകം വേണ്ട, യേശുവിന്റെ കൃപ മതി, യേശുവിന്റെ കൃപ മതി, യേശുവിന്റെ വിടുതൽ മതി. ഇന്ന് രാത്രി ചില ജീവിതത്തിനകത്ത് അത്ഭുതകരമായി ദൈവം വെളിപ്പെടുത്തുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സമാധാനം ഇന്ന് രാത്രി യേശു ഇവിടെ കൽപ്പിക്കുക, യേശു കൽപ്പിക്കുക. അനുഭവിക്കുക, ദൈവജനം അനുഭവിക്കുക. പിശാചിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി തകർക്കപ്പെടട്ടെ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ തകരട്ടെ. ബൈബിൾ പറഞ്ഞ ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങളെ മോചിപ്പാൻ ദൈവത്തിന് അധികാരമുണ്ട്. സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ കണ്ട് യേശു അവൻ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായി, യേശു പ്രത്യക്ഷനായി. ഇന്ന് രാത്രി സാത്താന്റെ പ്രവൃത്തികൾ തകരുകയാ, ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകരുകയാ. ശക്തിയോട് ദൈവ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. തേങ്ങി പൊട്ടിയ അവസ്ഥയിൽ വന്നതിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി യേശു പണിയുക. ഹൃദയത്തിന്റെ ആഴത്തിലെ ചില മുറിവുകളെ യേശുവിനെ പൊറപ്പിക്കുക. ജീസസ്, ലോകം വേണ്ട, പാപം വേണ്ട, എനിക്ക് എന്റെ യേശു മതി എന്ന് പറയുന്നവർ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് എന്റെ യേശു മതി, എനിക്ക് എന്റെ യേശു മതി. കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ലോകത്തിന്റെ പിന്നാലെ പോയി. സാത്താൻ എന്നെ ഉറക്കി, പത്രോസിനെ ഉറക്കി. ഹെരോദാവ് കൊല്ലുവാൻ നോക്കിയതുപോലെ എന്നെ സാത്താൻ ഉറക്കുക. എന്നാൽ ദൂതനെ വിട്ട് പത്രോസിനെ തട്ടി ഉണർത്തിയതുപോലെ നിന്റെ വചനത്തിലൂടെ എന്നെ തട്ടി ഉണർത്തിയനായി സ്തോത്രം. ഞാൻ ഉണരുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉണരണം. യേശുവിന് വേണ്ടി ഇനിയും ചില അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിന് വേണ്ടി എനിക്ക് പ്രവർത്തിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ആ കരമൊന്ന് ഉയർത്തിയേ. നല്ല പിതാവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ 2013 ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഈ കരങ്ങളെ ഇന്ന് രാത്രി തൊട്ട് ഉണർത്തിയിരിക്കാൻ നന്ദി. ഇവരുള്ള എല്ലാ രോഗങ്ങളെ, എല്ലാ പാപങ്ങളെ, എല്ലാ വേദനകളെ എന്റെ കർത്താവ് ഇന്ന് രാത്രി മാറ്റി വിടിപ്പിച്ചനായി സ്തോത്രം. അത്ഭുതം കൽപ്പിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി യേശുവിനെ തൊട്ടു എന്നുറപ്പുള്ളവർ ആ കരങ്ങളടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ, ശക്തിയോടെ ഈ വചനം കേട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി വീണ്ടും ഞാൻ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിരാശയിലായിരിക്കാം.
നിങ്ങൾ രോഗത്തിലായിരിക്കാം, നിങ്ങൾ വേദനയിലായിരിക്കാം. എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന് രാത്രി എന്നോടുകൂടെ ഈ സമയത്ത് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളെ ഈ സമയത്ത് തൊടുവാൻ പോകുക. നമ്മൾ ദൈവവചനത്തിലൂടെ കേട്ടല്ലോ, പത്രോസിനെ വിടുവിച്ച ദൈവം, പത്രോസിനെ തട്ടി ഉണർത്തിയ ദൈവം, ശത്രു അവനെ തകർത്ത് കളയുവാൻ, ശത്രു അവനെ നശിപ്പിക്കുവാൻ പത്രോസിനെ പിശാച് ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ തട്ടി ഉണർത്തി പത്രോസിനെ വിടുതൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയതുപോലെ ഈ 2013 പിശാച് നമ്മെ തകർക്കുവാൻ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കർത്താവ് നമ്മെ തട്ടി ഉണർത്തി ദൈവം നമ്മെ വിടുവിച്ച് നടത്തുന്ന അവൻ്റെ കൃപകളെ ഈ ദിവസങ്ങൾ നമ്മൾ കാണുവാൻ പോകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ടാകാം, പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല, ഞാൻ പിശാചിനെ ഉറക്കിക്കളയുന്നു, എനിക്ക് ആരാധിപ്പാൻ കഴിയുന്നില്ല, പിശാചിനെ ഉറക്കിക്കളയുന്നു, എനിക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നില്ല, പിശാച് എന്നെ ഉറക്കിക്കളയുന്നു, എനിക്ക് കൂട്ടായ്മ ബന്ധങ്ങളിൽ മുന്നേറുവാൻ കഴിയുന്നില്ല, സാത്താൻ എന്നെ ഉറക്കിക്കളയുന്നു, ഞാൻ ദൈവത്തിന് പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പിശാചിനെ തകർക്കുവാൻ അവൻ എന്നെ ഉറക്കിക്കളയുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മ പറയുന്നോ, നീ വിശ്വസിക്ക്, ഒരു ദൂതനെ ഈ സമയം നിൻ്റെ അരികിൽ അവൻ ഇറക്കി വിട്ട് നിന്നെ തട്ടി ഉണർത്തി വിടുതൻ്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഈ സമയം ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശു നിങ്ങളെ വിടുവിപ്പാൻ സർവശക്തൻ തന്നെ. ബൈബിൾ വായിക്കുമ്പോൾ പത്രോസിനെ ദൈവം വിടുവിക്കുക മാത്രമല്ല, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ നടുവിലേക്ക് പത്രോസിനെ കൊണ്ടെത്തിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, അവൻ നിങ്ങളെ വിടുവിക്കുക മാത്രമല്ല, നിങ്ങൾ എത്തിച്ചേരേണ്ട മണ്ഡലങ്ങൾ നിങ്ങൾ എത്തിച്ച് തൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനത്രേ. 2013 ജീവിതത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചുമക്കുവാൻ കഴിയാത്ത ഭാരവുമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ ബൈബിൾ പറഞ്ഞ ഇരമ്യാ 38 പറയുന്നു, അന്ന് ഞാൻ അവൻ്റെ നുകം നിൻ്റെ കഴുത്തിൽ നിന്ന് ഒടിച്ചു കളയും, അമിക്കയറുകളെ ഞാൻ അറുത്തുകളയും, ഇനി അന്യന്മാർ അവനെ കൊണ്ട് സേവ ചെയ്യിക്കുകയില്ല എന്നുള്ള വചനം പോലെ യേശുവിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. യേശുവിൻ്റെ കരം നിങ്ങളെ സ്പർശിക്കുവാൻ പോകുകയാണ്. യേശു നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുവാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കണ്ണുകളെ മൂടാം. നല്ല പിതാവേ, സ്വർഗീയ ദൈവമേ, മനോഹരമേറിയ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗം കണ്ടതും ഭൂമി കാണാത്തതുമായ ഒരു ദിവസം കൂടി ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവേ, ഈ വചനം ശ്രദ്ധിച്ച, ഈ വചനം കേട്ട നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അവിടുത്തെ കരങ്ങേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സൗഖ്യമാക്കുന്ന വചനം, ദൈവത്തിൻ്റെ വചനം വേദനകളെ മാറ്റുന്ന വചനം, ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾക്ക് കർത്താവെ ആശ്വാസം നൽകുന്ന വചനം. ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് ഈ വചനത്തിൻ്റെ ശക്തി അയച്ച് നിൻ്റെ മക്കളുടെ ദൈവം വിടുവിച്ച് 2013 അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഉയർച്ചയുടെയും ദൈവപ്രവൃത്തിയുടെയും നാടുകളാക്കി ദൈവം മാറ്റിയവരെ ദൈവം ബ്ലസ് ചെയ്യുവാൻ, ദൈവവരെ ബലപ്പെടുത്തുവാൻ, ദൈവവരെ ശക്തീകരിപ്പാൻ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങളുടെ ഉള്ളിൽ ഭാരപ്പെടുന്നുവോ, അത് രോഗമാകാം, കടഭാരമാകാം, പാപമാകാം, ഏത് വിഷയമായാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവിക സൗഖ്യം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ച് ദൈവവരെ വിടുവിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് ചെയ്യാൻ പോകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ ജനത്തെ ദൈവം വിടുവിച്ച് സൗഖ്യമാക്കി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോകുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിലൂടെ കർത്താവെ കാണുന്ന നിൻ്റെ കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ രാജ്യത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുവാൻ ദൈവത്തോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം കർത്താവ് നിൻ്റെ മക്കളെ തൊട്ടതുകൊണ്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് കാണുന്നു ചില തൈറോയിഡുകളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പരിശുദ്ധാത്മാവ് കാണുന്ന ചില അസ്ഥിരോഗങ്ങളെ കർത്താവ് ഈ സമയം വിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പാപത്തിൻ്റെ ചില കെട്ടുകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പൊട്ടിച്ചു കൊണ്ടിരിക്കുക. ഊഢാമാന ഹദരഗമന ഹസ്തനാധികാര വൈഷ്മ ഹോലി അന്തൽ ഘടകസിയ വെള്ളത്തിനു മീതെ പരിവർത്തിക്കപ്പെട്ട ചില ദൈവത്തിൻ്റെ ആത്മാവ് ചില ഭവനങ്ങളുടെ ഉള്ളറകളിൽ ഈ സമയം പരിവർത്തിച്ചു കൊണ്ടിരിക്കാൻ നന്ദി. കർത്താവ് ചിലതിനെ വിടുവിച്ചു കൊണ്ടിരിക്കാൻ നന്ദി. ചില ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം അത്ഭുതമായി വെളിപ്പെടുത്താനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവർ അത് അനുഭവിക്കട്ടെ, അതവർ മനസ്സിലാക്കട്ടെ. അങ്ങനെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. നിൻ്റെ നാമത്തിൻ്റെ മഹത്വം അങ്ങ് ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ അത്ഭുതകരം നീട്ടി അവിടുന്ന് സൗഖ്യമാക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. മഹത്വം പുകഴ്ചയുമെല്ലാം അങ്ങേക്ക് തരുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിങ്ങളെ തൊട്ട് കർത്താവ് മാനിക്കുന്ന നാളുകളായി
വിടിവിക്കുന്ന ആളുകളായി ഈ നാടുകൾ ദൈവം തീർക്കുവാൻ പോകുന്നു. വീണ്ടും അടുത്ത മാസം ഇതേ സമയം നമ്മൾ കാണുന്നവരെ കർത്താവ് നമ്മെ സന്തോഷമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രാജ്യത്തിന് പ്രയോജനമുള്ള ജീവിതം കാഴ്ചവെക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ വീണ്ടും കാണുന്നവരെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ.